കേക്ക് മുറിക്കൽ ഇനിയും തുടരണം. ഒരുമിച്ച് വൈൻ കുടിക്കുന്നത് ഇനിയും തുടരണം. നിങ്ങളുടെ വീടുകൾ സന്ദർശിക്കാൻ വരുമ്പോൾ ഇനിയും അവരെ കെട്ടിപ്പിടിച്ച് നിങ്ങൾ ഡാൻസ് കളിക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളെ, മതവിശ്വാസം ചെയ്യുന്നവരെ, മതവിശ്വാസം മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നവരെയൊക്കെ തന്നെ ജയിലിലടയ്ക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ചെയ്യും. അത് എവിടെയാണ്? കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ ജയിലിലിട്ടത് ആരാണ് എന്ന് നമുക്കറിയാം. 9 ദിവസം അവരൊരു തെറ്റും ചെയ്യാത്തതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നറിയാം. അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ നടക്കുന്ന ആൾക്കാരാരാണെന്നും നമുക്ക് നന്നായിട്ടറിയാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരം നമ്മുടെ റിലീജിയൻ അത് നമുക്ക് പ്രൊഫസ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഒരാളുടെ മതം, ഇഷ്ടമുള്ള ഏത് മതവും അവന് വിശ്വസിക്കാനും അത് ഡിക്ലെയർ ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഓരോ വ്യക്തികൾക്കും നൽകുന്നുണ്ട്. അത് പൗരന്മാർക്ക് മാത്രമല്ല എന്ന് നമ്മൾ ആലോചിക്കുക. ഈ അവസരത്തിൽ ഈ നമ്മളോട് സ്നേഹം കാണിച്ച് നിങ്ങളെ സംരക്ഷിക്കുന്നവരാണ് ഞങ്ങൾ ചെന്നായക്ക് ആട്ടിൻ്റെ തോല് ഇട്ട് കഴിഞ്ഞാൽ എത്ര സമയം നിൽക്കാൻ പറ്റും? അത് ചെന്നായായിട്ട് കുറച്ച് അടുത്ത നിമിഷം തന്നെ ആ സ്വഭാവം പുറത്തു വരും. അത് എല്ലാ ആൾക്കാരും കാണും. സ്വർണ്ണ കിരീടം കൊണ്ടു തന്നാലോ മറ്റെന്ത് കൊണ്ടു തന്നാലോ നിങ്ങൾ വിശ്വസിക്കാൻ നിന്നാൽ നിങ്ങൾ ഇനിയും കുഴപ്പത്തിലാകും. ഏറ്റവും അവസാനം പണ്ട് ഫാദർ നിമോളർ പറഞ്ഞതുപോലെ ഏറ്റവും അവസാനം നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാകില്ല എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി.